വെറും മരുഭൂമിയിൽ നിന്നും ലോകത്തിലെ ഏറ്റവും ആഡംബര നഗരത്തിലേക്കുള്ള വളർച്ച. ഏകദേശം 50-60 വർഷം പിന്നിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ചുട്ടുപൊള്ളുന്ന മണൽക്കാട്, അവിടെയായി കുറച്ച് ഈന്തപ്പനകളും ചെറിയ വീടുകളും. കടലിൽ പോയി മുത്തുവാരുന്നതായിരുന്നു അന്നത്തെ പ്രധാന വരുമാന മാർഗം. എന്നാൽ ഇന്ന് അതേ മണ്ണിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്നു. സമുദ്രത്തിന് നടുവിൽ മനുഷ്യൻ മണ്ണടിച്ചുണ്ടാക്കിയ അത്ഭുത ദ്വീപുകൾ. മരുഭൂമിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ലോകത്തിന്റെ ആഡംബര തലസ്ഥാനമായി ദുബായ് മാറിയത് വെറുമൊരു ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് അസാധ്യമായതിനെ സാധ്യമാക്കാനുള്ള ഒരു ജനതയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ മാറ്റത്തിന്റെ തുടക്കം 1966 അവിടെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടെയാണെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ സത്യം അതല്ല. എണ്ണയിൽ നിന്നുള്ള വരുമാനം തീർന്നു പോയാൽ തങ്ങളുടെ ഭാവി എന്താകുമെന്ന് അന്നത്തെ ഭരണാധികാരികൾ ദീർഘവീക്ഷണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എണ്ണപ്പണത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായാണ് ഉപയോഗിച്ചത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ദുബായിയുടെ വളർച്ച എന്നത് സമാനതകളില്ലാത്ത ഒരു സിവിൽ എഞ്ചിനീയറിംഗ് വിപ്ലവമാണ്. ഉപ്പുവെള്ളത്തെ കുടിവെള്ളമാക്കുന്ന വമ്പൻ പ്ലാന്റുകൾ മുതൽ മരുഭൂമിയിലെ ചൂടിനെ പ്രതിരോധിക്കുന്ന കൂറ്റൻ എയർ കണ്ടീഷൻഡ് നഗരങ്ങൾ വരെ അവർ വികസിപ്പിച്ചെടുത്തു. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ലോജിസ്റ്റിക്സ് ഹബ്ബായി ദുബായ് മാറിയത് ഇത്തരത്തിലുള്ള കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ്. ദുബായിലെ ഓരോ നിർമ്മിതിക്ക് പിന്നിലും കൗതുകകരമായ കഥകളുണ്ട്. ബുർജ് ഖലീഫ വെറും ഒരു കെട്ടിടമല്ല, അത് കാറ്റിന്റെ ഗതിയെപ്പോലും ശാസ്ത്രീയമായി പ്രതിരോധിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. അതുപോലെ പാം ജുമൈറ എന്ന കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലും മണലും കൊണ്ട് ഭൂമിക്ക് ചുറ്റും 2.5 മീറ്റർ ഉയരത്തിൽ ഒരു മതിൽ പണിയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ പോലും തെളിഞ്ഞു കാണുന്ന ഈ ദ്വീപ് നിർമ്മിക്കാൻ GPS സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെടുത്തിയത്. പ്രകൃതിയോട് മല്ലിട്ട് മണലിനു മുകളിൽ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് ആധുനിക ശാസ്ത്രത്തിന്റെ കരുത്തിലാണ്. ഒരു കാലത്ത് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും സഞ്ചരിച്ചിരുന്ന മരുഭൂമിയിൽ ഇന്ന് ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ട്രെയിനുകളും ആകാശത്ത് പറക്കുന്ന ടാക്സികളും പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ, ഏറ്റവും ആഴമേറിയ സ്വിമ്മിംഗ് പൂൾ, ഏറ്റവും വലിയ പൂന്തോട്ടം എന്നിങ്ങനെ റെക്കോർഡുകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നഗരത്തിനുണ്ട്. പണമല്ല, മറിച്ച് പുതിയ ആശയങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സാണ് ദുബായിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാനിരിക്കുന്നുവോ അതൊക്കെ ആദ്യം പരീക്ഷിക്കപ്പെടുന്ന ഒരു ലാബ് പോലെയാണ് ഇന്ന് ദുബായ്. വെറുമൊരു മരുഭൂമിയിൽ നിന്നും ആഡംബരത്തിന്റെ കൊടുമുടിയിലേക്കുള്ള ഈ യാത്ര സത്യത്തിൽ വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഒരു വലിയ പാഠമാണ്. പരിമിതമായ സാഹചര്യങ്ങളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം എന്ന് ദുബായ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ കാണുന്ന ഈ വർണ്ണാഭമായ നഗരം വിയർപ്പിന്റെയും ശാസ്ത്രീയമായ ചിന്തകളുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമാണ്. ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ഈ സ്വപ്ന നഗരം ഇനിയും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ വിസ്മയങ്ങൾ തേടിയുള്ള യാത്ര ദുബായ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.